ഇന്ന് സസ്പെൻഷൻ വാർത്ത കേട്ടപ്പോൾ വാസ്തവത്തിൽ അതിശയമാണ് തോന്നിയിട്ടുള്ളത്. ഒരു MLA-മാരെ സസ്പെൻഡ് ചെയ്യേണ്ടുന്ന യാതൊരു നടപടികളും MLA-മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മറിച്ച് വാച്ച് ആൻഡ് വാർഡ് ഞങ്ങൾക്ക് നേരെ ബലപ്രയോഗം നടത്തുകയായിരുന്നു. ഇന്ന് വാതിൽ തുറന്ന ഉടനെ ആക്രമണോത്സുകരായിട്ടുള്ള വാച്ച് ആൻഡ് വാർഡാണ് ഇരച്ചു കയറിയിട്ടുള്ളത്. എന്നെ തന്നെ ഒരു 8-9 വാച്ച് ആൻഡ് വാർഡ് വളഞ്ഞു വെച്ച് എൻ്റെ കഴുത്തിന് ചുറ്റിപ്പിടിക്കുകയും എനിക്ക് വട്ടം പിടിക്കുകയും എൻ്റെ കാലിൽ മറ്റ് 2 പേരുടെ കാലുകൊണ്ട് ഇറുക്കി ബലപ്രയോഗം നടത്തുകയും എല്ലാം ചെയ്തു. ഞങ്ങൾക്കും ചെറിയ പരിക്കുകളെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വസ്തുത, സാധാരണഗതിയിൽ വാച്ച് ആൻഡ് വാർഡ് സ്പീക്കർക്ക് ഒരു പ്രതിരോധ മതിൽ പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നവർ ബലപ്രയോഗം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ നിർദ്ദേശിച്ചതനുസരിച്ച് ബാനർ പിടിച്ചു വാങ്ങാനല്ല, ബാനർ പിടിച്ചു വാങ്ങി വലിച്ചു കയറി കളയാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ബാനർ ഉയർത്തുന്നതിനൊന്നും സ്പീക്കർ ഒരു തെറ്റും പറഞ്ഞിരുന്നില്ല. ബാനർ മുകളിലേക്ക്, സ്പീക്കറുടെ മുന്നിലേക്ക് ഉയർത്തേണ്ടതില്ല, നിങ്ങൾക്ക് ആ ബാനർ മറ്റൊരു സ്ഥലത്തേക്ക് ഉയർത്താമെന്ന് തന്നെയാണ് സ്പീക്കറും പറഞ്ഞത്. ബാനർ ഉയർത്തിയത് വലിച്ചു കയറി കളയാൻ, മാറ്റാനാണ്, പിടിച്ചെടുക്കാനാണ് സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിനോട് നിർദ്ദേശിച്ചത്. 3-4 പ്രാവശ്യം പറയുന്നത് നമ്മളും കേട്ടു. എന്താണ്, ഞങ്ങൾ നിയമസഭാ സ്പീക്കറുടെ കസേര തള്ളി മറിച്ചിട്ടില്ല, ഞങ്ങൾ അവിടുത്തെ കമ്പ്യൂട്ടർ തള്ളി പൊളിച്ചിട്ടില്ല, അവിടുത്തെ മൈക്കെടുത്ത് ദൂരെ എറിഞ്ഞിട്ടില്ല, അവിടുത്തെ മേശകളിൽ മുണ്ടും മടക്കി കുത്തി മേശകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കയറുകയും ആക്രമണം നടത്തുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെയാണ് വളരെ ആസൂത്രിതമായിട്ടാണ് വാച്ച് ആൻഡ് വാർഡിനെ അണിനിരത്തിയത്. അതായത് 1-ാം നിരയിൽ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ നിർത്തുക, 2-ാം നിരയിൽ പുരുഷന്മാരായിട്ടുള്ള വാച്ച് ആൻഡ് വാർഡ് നിർത്തുക. ഞങ്ങളുടെ കൂടെ 2 വനിതാ MLA-മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 വനിതാ MLA-മാരെ നേരിടാൻ എന്തിനാണ് മുൻവശത്ത് വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ഇത്രയധികം 10-40-50ഓളം വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അവിടെ നിർത്തിയെന്തിനാണ്? അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് മുദ്രാവാക്യവുമായി പോകുമ്പോൾ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഒരു ട്രാപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. ഇതെല്ലാം വളരെ സംയമനത്തോടു കൂടി ഞങ്ങൾ നിന്നു.